നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ചരിത്രത്തിലെ മഹത്തായ പ്രസംഗങ്ങളുടെ പട്ടികയിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള ഒന്നാണ് മഹാത്മാഗാന്ധിയുടെ വധത്തിനു പിന്നാലെ ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു നടത്തിയത്. നമ്മുടെ ജീവിതത്തിന്റെ പ്രകാശം കെട്ടിരിക്കുന്നുവെന്ന് തുടങ്ങുന്ന ഈ പ്രസംഗം 1948 ജനുവരി 30-നായിരുന്നു നെഹ്റു നടത്തിയത്. നാഥുറാം വിനായക് ഗോഡ്സെ എന്ന മതഭ്രാന്തന്റെ വെടിയേറ്റ് മഹാത്മാഗാന്ധി കൊല്ലപ്പെട്ടതിനു പിന്നാലെ അന്ന് വൈകിട്ട് ആകാശവാണിയിലൂടെയായിരുന്നു നെഹ്റു രാജ്യത്തെ അഭിസംബോധന ചെയ്തത്. യാതൊരു തയ്യാറെടുപ്പും കൂടാതെ തൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ ഇംഗ്ലീഷിലായിരുന്നു ആ പ്രസംഗം. നമ്മുടെ ജീവിതത്തിലെ പ്രകാശം കെട്ടിയിരിക്കുന്നു, എല്ലായിടത്തും ഇരുട്ടാണ്. നിങ്ങളോട് എന്ത് പറയണമെന്ന് എങ്ങനെ പറയണമെന്നോ എനിക്കറിയില്ല. നമ്മുടെ പ്രിയ നേതാവ്, രാഷ്ട്രപിതാവെന്ന് നാം വിളിച്ചിരുന്ന ബാപ്പു ഇനിയില്ല. ഒരു പക്ഷേ ഞാൻ അങ്ങനെ പറഞ്ഞത് തെറ്റായിരിക്കാം. എന്നിരുന്നാലും ഇത്രയും വർഷം നമ്മൾ അദ്ദേഹത്തെ കണ്ട പോലെ ഇനിയൊരിക്കലും കാണാൻ സാധിക്കില്ല. ഉപദേശത്തിനായി ഓടിച്ചെല്ലാനും അദ്ദേഹത്തിൽ നിന്ന് ആശ്വാസം തേടാനും ഇനി കഴിയില്ല. എനിക്ക് മാത്രമല്ല, രാജ്യത്തെ ദശലക്ഷക്കണക്കിന് മനുഷ്യർക്കേറ്റ പ്രഹരമാണിത്. എൻ്റെയോ മറ്റാരുടെയെങ്കിലോ ഉപദേശത്തിന് ആ പ്രഹരത്തിന്റെ തീവ്രത കുറയ്ക്കുവാൻ സാധിക്കില്ല. വെളിച്ചം അണഞ്ഞുവെന്ന് പറഞ്ഞതിൽ എനിക്ക് തെറ്റുപറ്റി. എന്തെന്നാൽ ഈ രാജ്യത്ത് പ്രകാശിച്ചിരുന്ന വെളിച്ചം സാധാരണ വെളിച്ചമായിരുന്നില്ല. ഇത്രയും വർഷം ഈ നാടിനെ പ്രകാശിപ്പിച്ച ആ വെളിച്ചം ഇനിയും ഒരുപാട് വർഷങ്ങൾ തുടരും. 1000 വർഷങ്ങൾക്കു ശേഷവും ആ വെളിച്ചം ഈ നാട്ടിൽ തുടരുകയും ചെയ്യും. ലോകം കാണുകയും അത് എണ്ണമറ്റ ഹൃദയങ്ങൾക്ക് ആശ്വാസം പകരുകയും ചെയ്യും. കാരണം സ്വതരഭൂതകാലത്തേക്കാൾ ജീവിക്കുന്നതും ശാശ്വതമാകുന്നതും സത്യത്തെയാണ് ആ വെളിച്ചം പ്രതിനിധീകരിക്കുന്നത്. അവ ശരിയായ പാതയെ ഓർമ്മിപ്പിക്കുന്നു, തെറ്റിൽ നിന്ന് നമ്മെ മാറ്റി നിർത്തുന്നു, ഈ പുരാതന രാജ്യത്തെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്നു. ഇങ്ങനെയായിരുന്നു നെഹ്റുവിൻ്റെ പ്രസംഗത്തിൻ്റെ തുടക്കം.